നമുക്ക് സെൽഫി വിത്ത് പുത്തൽജി ആയാലും വർത്താനം എടാ പറയടാ. എപ്പോഴാണ് ബോഡി കുറച്ചു പേരോട് വരാനുണ്ടോ ബാബു? ഹലോ വാസു, ഇവിടെ ഒരു നിമിഷം. സീനായിരുന്നു. എന്ത് സീൻ? അല്ലല്ലോ എടാ, റാംബോ നോമിൽ എന്നെ വിളിക്കാറുണ്ട്. അവർ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇവന്മാരെ തമ്മിലുള്ള വെളിയിൽ എന്തോ അടിയും വഴക്കം എന്തോ ഉള്ളത് കാര്യം സംസാരിച്ച് തീർക്കാൻ. എന്തോ കോച്ച് മൊട്ട അടിക്കണമോ, മുടി വലിക്കണമോ? മൊട്ട അടിക്കണോ? ഞാൻ യാതൊരു കാര്യം ചെയ്യാനോ മൊട്ട അടിക്കണമോ? അപ്പൊ എലക്ഷൻ ചെയ്യട്ടെ കർമ്മങ്ങളൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്കറിയാലോ നിന്നെ എങ്ങനെയാണ് നമ്മള് ടിവിയില് നിനക്കുള്ള സ്ഥാനം എന്താന്ന്. നീ മുന്നിൽ നിന്ന് ഈ കർമ്മ എല്ലാം ഏറ്റെടുത്ത് ചെയ്യണം. കഷ്ടമുണ്ട് രായ. ഒരു മുടിയല്ലേ രായ, അതൊക്കെ തിരിച്ചു വരൂല്ലേ രായ? മൊട്ട അടിക്കണം, മൊട്ടയായിരുന്നു വിളിക്കണ. വേണ്ടണ്ണ അവനോട് ബെസ്റ്റ് ഫ്രണ്ട് ജീവിച്ചിരുന്നപ്പോ പോലും അവന്റെ ഫേവറേറ്റ് നീയായിരുന്നടാ. അവന്റെ ഫേവറേറ്റ് നീയായിരുന്നു. മൊട്ട അടിക്കണമെന്ന് പറഞ്ഞ ബലിയിടാൻ വേണ്ടിട്ട് നീ ഒന്ന് അടിക്കണേ പോവേ. എനിക്ക് പറ്റില്ല, എനിക്ക് തുടക്കാണ്. പിത്തൽജിക്ക് വേണ്ടി നീ മൊട്ട അടിക്കൂലടാ. ആരും അടിച്ചില്ല. ഞാനും അടിക്കൂല. ഞാൻ അടിക്കൂല. ഞാൻ അടിച്ചിട്ട് വരട്ടെ. നീ അടിച്ചിട്ട് വേടാ. കാര്യം ഒരു തല്ലിപ്പൊളിയൊക്കെ ആണേലും ഒരാവശ്യം വന്ന അവനേ ഉള്ളൂ. അവനെ കൊണ്ട് എന്നെ മൊട്ട അടിപ്പിക്കണം. ബോഡി ഒക്കെ എടുത്ത് അറ്റാച്ച്മെന്റ് ബാബുവിന്റെ അടുത്തുണ്ട്. കണ്ണാപ്പി മൊട്ട അടിക്കാൻ പോയി. അവിടെ എന്താ ഈ ശവം തിന്നു ആൾക്കാര്? മരണമായി മുല്ലിട്ട് പോയി വാസുദേവ. വടക്കോട്ട് കിടത്തണം. എല്ലാരും ഒന്ന് മാറി മാറി പ്ലീസ്. പൂച്ച തിരിച്ചു വന്നത്. ശവത്തിനാരാ കുളിപ്പിച്ചേ? നീയല്ലേ കുളിപ്പിച്ചേ? ചട്ടി കൊടുത്തില്ലേ ശവത്തിന്? പിന്നെ ഇവിടെ ഉള്ള ചട്ടി എനിക്കില്ല, തികയിട്ടില്ല. മൊട്ട അടിക്കാൻ ആള് പോയിട്ടുണ്ട്. അതെ അതെ. ദർശന ഹലോ ഹലോ ദർശനല്ലേ? അറിയാലോ. ഒരാളാണത്. ഹലോ 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 ആരാ? ഹലോ, കേട്ടോക്കെ സത്യമാണോ? ഇതാരാ? അപ്പൂസ്, കില്ലാടി അപ്പൂസാ? അതെ. എടാ കേട്ടതൊക്കെ സത്യമൊക്കെ അകത്തോടുവാ. രണ്ട് കിടക്കട്ടെ. കാറിന് വന്നോ? ഇവിടെ നീ ഇങ്ങനെ എത്തി. എല്ലാവർക്കും വേണ്ടി കുപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുടിക്കാൻ താല്പര്യം എല്ലാവരും കുടിച്ചിട്ട് വേണ്ടതാണ്. എടാ വീണ്ടും കത്തിയടാ ഇത്. മയിര് പിടിക്കാനൊക്കെ ഉണ്ട്. എന്തൊരവസ്ഥയാ കഴിച്ചത്. ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഞാൻ മാക്സിമം എൻ്റെ ലെവൽ നോക്കിയതാ. ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് ഈ സെർവർ സൈഡിൽ നിന്നൂടെ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കിന് ഒന്നും ചെയ്യാനില്ല. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ RP. വേറെ ഒന്നും എനിക്ക് പറയാനില്ല.
നമുക്ക് ഈ ഒരു ലിമിറ്റേഷനിൽ ഇത്രയും കൂടുതൽ മുകളിലോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഇതാണ് ഇവിടെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഹലോ ദർശന, അണ്ണൻ തകർന്നിരിക്കുന്നു, ഒന്ന് ദർശന കേക്കാവോ? വസന്ത പോയി ദർശന, എന്റെ എടുത്തോണ്ട് നടന്ന മനുഷ്യനാ. അയ്യോ, ഞാൻ ഈ വിഷമം ആരോട് പറയേ? എന്നോട് പറഞ്ഞു അണ്ണ. അയ്യോ പോയി ദർശന, ഞാനിനി ആർക്കു വേണ്ടിയാണോ ജീവിക്കണേ? അയ്യോ അണ്ണ കരയില്ല അണ്ണ. അയ്യോ അണ്ണ കരയുമ്പോ എനിക്ക് വിഷമം വരുന്നു. അവിടെ ആരോ രാമായണം പാടുന്ന എങ്ങനെ നടന്ന മനുഷ്യനാണെന്നറിയോ? ഒരു കുഴപ്പമില്ലായിരുന്നു. പുലി പിടിച്ചെന്നല്ലേ അണ്ണൻ പറഞ്ഞു? അതെ, പുലി പിടിച്ച്. അയ്യോ ഒരുമിച്ച് നിർത്തടാ. കാണോ പോയി കാണോ. നല്ലൊരു മനുഷ്യനൊരു കുഴപ്പം. അയ്യോ, പുലിക്ക് അറിയില്ലല്ലോ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ കാരണോ. അയ്യോ എന്ത് പറയാനാണ്. അസുഖം പറ്റി. അയ്യോ, മസാജ് ചെയ്യണോന്ന് പറഞ്ഞ് മലേഷ്യ പോയതാണ്. അത് മാത്രം അവസാനമായിട്ട് അയച്ച മെസ്സേജ്. അവിടെ ചെന്ന് പുലിയെ കയറി പിടിക്കുന്നത് നമ്മൾ അറിഞ്ഞോ? അയ്യോ ഇനിയിപ്പോ അധികം സത്യം പണ്ട് എങ്ങനെ നടന്നിരുന്ന ഒരു നോക്ക് മരിക്കണേന് മുന്നേ ഒരു നോക്ക് കാണാൻ പോലും പറ്റിയില്ല. അല്ല, മരിക്കുന്നതിന് മുന്നേ മരിച്ചിട്ട് അതെങ്ങനെയാ കാരണം? മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കാരണം ഒരു വട്ടം കണ്ടിട്ടില്ലേ പുള്ളിയെ? അത് കൊറേ മുന്നേ പണ്ട് കണ്ട ഓർമ്മക്കം പോയി. അല്ലെങ്കിൽ കാരണം ഇപ്പൊ ഒന്ന് മരിക്കുന്നതിന് മുന്നേ ഇപ്പൊ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാവോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. അയ്യോ വിത്തൽജി പോയേ. കേട്ടില്ല എന്താ പറഞ്ഞേ? അല്ല പെട്ടെന്ന് അറ്റാച്ച്മെന്റ് കൂട്ടി ഒരു കാര്യം പറഞ്ഞത്. ഈ ഗേറ്റ് തുറന്ന് ഫ്രണ്ടിലോട്ട് വന്നാല് അവിടുന്ന് ഇവിടെ വരെ പലയിടത്തും ഒരു കൂട്ടം വെള്ളം അടിക്കുന്നത്, ചിലര് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്, ചിലര് പെണ്ണുങ്ങളോട് ചൊല്ലാണ്. ഒരു മരണ വീട് ആംബിയൻസ് ഇല്ല. എന്റെ കൂടെ എന്തെങ്കിലും ഇറക്കും. പേരെന്തരാ ബ്രോ? ചത്താളുടെ പേര് പിത്തൽജി. ബ്രോയുടെ പേര്? ഒരു മരണ വീടായിപ്പോയി. അല്ല വെച്ച് ഞാൻ പൂളിലിട്ടോ. സമാധാനിപ്പിക്കണം. ഓരോ സ്മോൾ അമ്പത്തൂരജി അത് അമ്പത്തൂരജി അമ്പത്തൂര് നീ രാമായണം നീ ഒന്നും പറയില്ലേ, നീ ഒന്നും വായിക്കുകയും ചെയ്യണ്ട മോനെ. വേണ്ട, ഞാൻ കാല് പിടിക്കാന്നില്ല. വേണ്ട, രാമായണം വായിക്കണം. നമ്മളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോവാതെ. ബാബു എവിടെ? ബാബു സോറി മൈ മിസ്റ്റേക്ക്. ബാബു ബാബു ഒന്ന് വന്നേ. ബാബു ഒന്ന് വന്നേ. ബാബു
നീല ടാർപ്പായി ബൈബിൾ വായിക്കുന്നു. ആൾക്കാർക്ക് ബോഡിയോട് ഒരു അട്രാക്ഷൻ ഇല്ല. വാ പെട്ടെന്ന് നോക്ക്. നീല ടാർപ്പായിട്ടാ ഇനി ആള് വരും. ആണോ എന്റെ അടുത്താണോ? ഹലോ ഇതാര് ജൂലിയോ? എടാ എടാ നിങ്ങൾക്കെല്ലാം എടാ ഈ കിടക്കുന്നതല്ല ബോഡി, ഇത് ജീവനുള്ള ഏതൊരുത്തനാ. അവനെ ചാരി വെച്ചേക്കും ഇവിടെ. ഇതാരാ? ഇതേതാ പുതിയ ബോഡി? ഡെഡ് ബോഡി തമ്മി പിണങ്ങി പോലെ. எல்லாரும் வந்துட்டல பரவாடி ஆரம்பிச்சிடலாமா? എല്ലാരും വരുന്നു. மொட்டடிக்க போயிட்டால ஆட்கள്. ഹലോ ഹലോ എന്താടാ അല്ല കറമ്പുള്ള കാര്യങ്ങളൊക്കെ റെഡിയില്ലേ? 2 മുട്ടയാണ് വരുന്നത് ഇപ്പൊ. പെട്ടെന്ന് സാരില്ലടാ. എല്ലാരും ഒന്ന് ഷൂ ഒക്കെ ഊരി ഒന്ന് ആദ്യത്തെ താഴെയിരിക്കണം. എടാ മേളിലോട്ട് തോന്നണ ആരില്ല. രണ്ടുപേരും മേളിലോട്ട് തോന്നേ. എടാ ഇവിടെ ബോധം കെട്ട് വീഴുന്ന ഇതുണ്ടോടാ? എടാ ഞാൻ ഒരു കാര്യം പറയാം കേട്ടാ. ഒരു മരണ വീട് ആംബിയൻസിലോട്ട് കൊണ്ടുവരണം. നമ്മള് ബോഡി എടുക്കാറായി. സോ ഹാർഡ് കോർ നിലവിളിയും ഇതിലേക്ക്. ഞാൻ താഴോട്ട് കാണാൻ വരുമ്പോ ഞാൻ അവിടെ BGM കിട്ടോ. ഞാൻ താഴോട്ട് വരുമ്പോ ഞാൻ താഴോട്ട് വരുമ്പോ ഞാൻ അവിടെ ബോധം കെട്ട് വീഴും കേട്ടാ. ബോധം കെട്ട് വീണ അപ്പോഴേ ബാക്കി സെറ്റപ്പുകൾ നടത്തിക്കോണം. ഞാൻ ചത്തു എന്ന് പറഞ്ഞ കാര്യമില്ല കേട്ടാ. എടാ എന്താണ് വീഴുന്നതിന്റെ പേരെന്താ? ஹலோ மேடம் കറങ്ങി വീഴുന്നുണ്ടോ? തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഫോളോവർ അടിച്ചിട്ട് പാസ്ഔട്ട് നമുക്ക് ഇതെങ്ങനെ ഏതാ? ആദ്യം ഫോളോവർ അടിക്കുക. ഫോളോവറോ? ഫോള് എന്നിട്ട് ഉടനെ തന്നെ പാസ്ഔട്ട് അടിക്കുക. എന്നിട്ട് വീണ ഉടനെ പാസ്ഔട്ട് അടിക്കുക. അപ്പൊ അവിടെ തന്നെ കിടന്നോളൂ. ഫോളോവർ 5 ആണ്. ഏതാ ഫോളോവർ? ഏതാ ഫോളോവർ? അടിച്ചിട്ട് ഇനി മറ്റേ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് താഴെ വീഴുമ്പോഴേക്കും അടിക്കണം. പാസ്ഔട്ട് അടിക്കണം. അല്ല അതന്നെ അടിച്ചാൽ മതി. അത് വേറെ പാസ്വേഡ് ഒന്നും അടിക്കണ്ട. അങ്ങനെ അടിച്ചാൽ മതി. ഞാനിപ്പോ താഴോട്ട് ഒന്നും പറഞ്ഞു വീഴും. ബോധം കെട്ട് വീഴും. ബാക്കി നീ അവിടെ കുറച്ചു നേരത്തേക്ക് ഒരു ഹാർഡ് ഇന്റൻസിറ്റി കരച്ചിൽ കേട്ടാ. ഇപ്പൊ ഫേവറേറ്റ് ആക്കാൻ പറ്റൂല ഗൈസ്. ഇപ്പൊ ഫേവറേറ്റ് ആക്കാൻ പറ്റത്തില്ല. കണ്ട എല്ലാരും കണ്ടോട്ടറാ. എനിക്ക് മിത്രജിയെ പറ്റി 2 വാക്ക് സംസാരിക്കാനുണ്ട്. എല്ലാരും നമ്മുടെയൊക്കെ കൂടെ ഒരുപാട് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാ. പുള്ളിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സത്യം പറഞ്ഞ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല.
അതാരോ വേറെ ഇമോജി അടിച്ച അതിന്റെ ഇടയ്ക്ക് ആരോ അടിച്ചിട്ട് പറയട്ടെ. ഈ മണ്ടനോട് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പിറ്റൽജി ആക്കാം. ഇതിപ്പോ ചെട്ടയിലുള്ള കുറച്ചു നേരം കൂടി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കെട്ടാൻ നോക്കാം. ആ ഡയലോഗ് ഇവനോടായിരുന്നു പറയണ്ടേ, ഇവനോട്. അതെങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഗോൾ അടിക്കാൻ വേണ്ടി ഒരു അച്ചി ഇരിപ്പുണ്ട് അവിടെ. ആരുടെ കറക്റ്റ് അവിടെ ഇമോട്ട് ഇട്ടത് അവിടെ? എന്നെ ആരോ അടിച്ചിട്ടത് അവിടെ. ഞാനല്ല, എനിക്ക് എങ്ങനെ അറിയില്ല. ആ എടുത്തു കുറച്ച് എടാ ഒരു ആർപി ചെയ്യുമ്പോ എത്ര പേരെ പുള്ളി ചെയ്യാൻ പറ്റുമെന്ന് കണ്ടാ അതാണ് ഒരു ഗ്യാങ്ങിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയണത്, മനസ്സിലായോ? കർമ്മം ചെയ്യാനുള്ളവര് എത്തിയ കർമ്മം ചെയ്യാനുള്ളവര് കർമ്മം ചെയ്യാൻ വേണ്ടി പോകുന്നവര് മാത്രം അകത്തോട്ട് വരിക. തന്നുള്ളവര് വരരുത്. തന്നില്ലാത്തവര് മാത്രം വരിക കർമ്മത്തില്. ചടങ്ങ് നിങ്ങളൊക്കെ പോയി കർമ്മം ചെയ്തോടാ, എനിക്ക് വരാൻ പറ്റില്ല, തന്തയില്ലാത്തവര് മാത്രം പോയാൽ സ്വാമി പറഞ്ഞു. നിങ്ങളെല്ലാം പോയി ചെയ്തിട്ട് വാടാ, ഇരുന്നോളാം. എല്ലാരും എനിക്ക് കത്തി കൈസ്, എനിക്ക് വീണ്ടും ഒന്നും ചെയ്യാനില്ല കൈസ്. ഞാൻ ഇത് PL ഒന്നും ഇല്ലായിരുന്ന കൈസ്, ഞാൻ ഇത് ഏത് ലെവലിൽ ചെയ്തേനെന്നറിയോ നിങ്ങൾക്ക്? സത്യം പറയാലോ, ഇത് ഞാൻ പറയാം, PL ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഇത് എങ്ങനെ ചെയ്തു വെച്ചേന്നറിയോ? ഞാനിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ ഈ PL പിങ്ങില്. പറയടാ എടാ, എനിക്കൊന്നും കാണുന്നില്ലടാ, എനിക്ക് എല്ലാരും സ്റ്റക്കായി നിക്കുവാടാ. എടാ എനിക്കൊന്നും കാണത്തില്ലടാ, കേക്കാവോ ഞാൻ പറയുന്നത്? ഹലോ എടാ ഞാൻ പറയുന്നത് കേക്കാവോ? ഹലോ സോ ഗൈസ് ഇത്രേ ഉള്ളൂ, ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാല്ല. ഇനി വീണ്ടും കയറിയ വെള്ളമില്ല. മിത്തൽജിയുടെ അടക്കം ദ എൻഡ്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ആൻഡ് ഈ RPയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇവിടുത്തെ സിറ്റിസൺസിനും ഗാങ്സിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. PL കുറഞ്ഞു, എനിക്ക് അനങ്ങണില്ല. എന്തൊരു അവസ്ഥയാണ് ഇത്, ദേഷ്യം വരണടാ ഭയങ്കര. ഒരിടം കയറാൻ നോക്കാം, ഒരിടം കയറാം. നടന്ന നിരവധി
പോലെ ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ലൈവ് ഉണ്ടാവും കുറച്ച് നേരം. ഡ്രൈവിംഗ് സിമുലേറ്റർ ലൈവ് ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടെ ടി വിയിലുള്ള എല്ലാവരും കൂടെ റേസ് കളിക്കാൻ പോവാ ഫോർസ. അപ്പം നിങ്ങളെല്ലാവരും യൂട്യൂബിലോട്ട് വന്നാൽ മതി ഇത് കഴിയുമ്പോൾ. ടൈം എടാ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫേസ് ക്യാം ഊരി അവിടെ നിന്ന് കൊണ്ട് കുത്തണം. അത്ര സമയം വേണം. ഒരു ഫുഡും കഴിച്ചിട്ട് ഞാൻ വരാം. പക്ഷെ എനിക്കിത് കണക്റ്റ് ആവാൻ തോന്നുന്നില്ല കേട്ടോ. റൈസ് വേണ്ട, ഓഫ് റോഡ് മതിയാണ്. ഓഫ് റോഡിൻ്റെ ആ ഗെയിമിനകത്ത് എൻ്റെ സ്റ്റിയറിംഗ് ലോഡാവുന്നില്ല ബ്രോ, പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഫിക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഫിക്സ് ചെയ്തിട്ട് ശേഷമേ ഞങ്ങൾക്ക് ഓഫ് റോഡ് കളിക്കാൻ പറ്റത്തുള്ളൂ. BeamNG ഞങ്ങൾ ഇന്ന് ഫോർസ 6 ആയിരിക്കും. റോലൈൻ എടാ ടിവിയിൽ എല്ലാവരുടെയും കൂടെ കളിക്കുന്നതിന് ഞാൻ റോലൈൻ ബ്രോയെ വിളിക്കത്തില്ല. പുള്ളി അവർ വേറെ പ്രൊഫഷണൽ രീതിയിൽ കളിക്കുന്ന ആൾക്കാരാണ്. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോട്ടറാ. അല്ലാത്ത ദിവസം ഞാനിങ്ങനെ അങ്ങനത്തെ ഗെയിംസ് എക്സ്പ്ലോർ ചെയ്യുന്ന ദിവസം നമ്മൾ ഇത് ചെയ്യും. നമുക്ക് കയറിയിട്ട് ഈ RP എൻഡപ്പ് ചെയ്യാം. ഏതെങ്കിലും ഗ്യാങ്ങിനെ അടിച്ചാൽ ലെഗസി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പിള്ളേരെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം കാണാം ദ റിയൽ ലെഗസി. യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് ഇൻ ദിസ് 13-year-old ഗെയിം. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. ഒരുപാട് സന്തോഷം എല്ലാവർക്കും. താങ്ക് യു. ഇത് നമുക്ക് ചെയ്യാൻ അറിയാഴിക ഉള്ളതുകൊണ്ടല്ല, ഇപ്പം ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്ന ഒരു സാധനം PvPയും ബാക്കിയുള്ള കാര്യങ്ങളും ആയി. മനസ്സിലായ എഫേർട്ട് എടുത്താൽ അല്ലെങ്കിൽ ഡെയിലി ലൈവ് വന്ന് നിന്ന് എനിക്കിത് ചെയ്യാനാണെങ്കിൽ എനിക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അതിൻ്റെ ഒരു ഇതല്ല കേസ്. ആൾക്കാരുടെ ഇഷ്ടങ്ങളും ബാക്കി കാര്യങ്ങളും മാറി തുടങ്ങി. മനസ്സിലായ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് RP ചെയ്യാനുള്ള ആൾക്കാർ വന്നത് ഈ ഒരു ഇടയ്ക്കൊന്നും ആരും ഇല്ലായിരുന്നല്ലോ. എല്ലാവരും എത്തിയത് ഇപ്പോഴാണ്. இந்த பிரார்த்தனை கொஞ்சம் கட்டிட்டு பண்ணீங்க. ശുക്ലാംബരധരം శుక్లాంబరధరం ശശിവർണം శశివర్ణం ചതുർഭുജം చతుర్భుజం പ്രസന്ന వదనం വദനം ധ്യായേത് ధ్యాయే സർവവിഘ്നോപ ശാന്തയേ. வந்துட்டாளா? வேஷ்டி கட்டிட்டு வந்துட்டாங்களா? ஆரம்பிச்சிடலாமா? மொட்டை அடிச்சு போய் அவரு வரா. എടാ മൊട്ട അടിച്ച് രണ്ടുപേരും വരണേ കർമ്മത്തിന്. എല്ലാം கொஞ்சம் தூரம் போக. ഹലോ எல்லாரும் கொஞ்சம் தூரம் ரவுண்டா நில்லுங்க. എല്ലാരും ഒന്ന് പുറകിലോട്ട് ഇറങ്ങിയത് റൗണ്ട് ആയിട്ട് നിൽക്കണേ പ്ലീസ്. ശവത്തിന് ബ്രീത്തിങ് സ്പേസ് കൊടുക്കണേ പ്ലീസ്. ശവത്തിന് കുറച്ച് ശ്വാസം എടുക്കാനുള്ള സ്ഥലം കൊടുക്കണേടാ. மேடிக்கல யாரனா எக்ஸ்ட்ரா ரேடியோ வச்சிருந்தா கொடுங்க. ரேடியோல ஏறறேனா? ரேடியோ எக்ஸ்ட்ரா ரேடியோ ஏதாவது இருக்கா? எல்லாரும் ரேடியோல இருக்கீங்க. இப்ப சைடு ஒரு ஃபயர் வேணும்ல. ஆமா, ஒரு ஃபயர் இருந்தா போதும். இல்ல கட்டியடா. എനിക്ക് வந்துட்டேல எல்லாரும் வந்துட்டேல. முட்டை வந்துட்டேன். ஆரம்பிச்சிடலாமா? வாங்க ஆரம்பிச்சிடலாமா? ബാബു ഒന്ന് വന്നേ. മള്ളി ഇപ്പുറത്തെ സൈഡിൽ ഒരു ഫയർ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പുറത്ത് വന്ന് നിന്നപ്പോ പുള്ളി ഓക്കേന്ന്. ഏതാ മള്ളി? നമുക്ക് രണ്ട് സൈഡിലായിട്ട് നിൽക്കാം. മൊത്തം ഫയർ കേട്ടോ അവിടെ. അത്ര എനിക്ക് തോന്നില്ല കേട്ടാ. ഫയർ വേറെ ആരെങ്കിലും ഉണ്ടോ മള്ളി? அவர் வந்து சொர்க்கத்துக்கு தான் போகணும்னு சொல்லிட்டு சொர்க்கத்துக்கும் கைலாசத்துக்கும் போகணும்னு சொல்லிட்டு எல்லாரும் பிரார்த்தனை பண்ணிக்கோங்க. കൈലാസത്തിലാണെങ്കിൽ കണ്ണാപ്പിക്കേട്ട് കൂട്ടാവും. ഓം സഞ്ജമേ മജശ്ചമേ പ്രജഞ്ജമേ നുകാമശ്ചമേ കാമശ്ചമേ സൂമനസശ്ചമേ അത്രഞ്ചമേ ശ്രേജശ്ചമേ വസ്യശ്ചമേ ജശശ്ചമേ ഭകശ്ചമേ ത്രിവിടഞ്ജമേ ജന്താചമേ ധർത്താചമേ
क्षेमश्च मे ऋतिश्च मे विश्वञ्च मे महच्च मे संविच्च मे ज्ञात्रञ्च मे सूश्च मे प्रसूश्च मे श्रीरञ्च मे लजश्च मर्दञ्च मे अमृतञ्च मे चक्ष्मञ्च मे नामजश्च मे जीवादुश्च मे दीर्घायुत्वञ्च मे नमित्रञ्च मे भजञ्च मे सुगञ्च मे शजनञ्च मे सूषा च मे शीतनञ्च मे एकाच मे तिस्रश्च मे पञ्चच मे सप्तच मे नवदश मे त्रयोदश च मे पञ्चदश मे सप्तदश च मे नवदश च एकविंशतिश्च मे त्रयोविंशतिश्च मे पञ्चविंशतिश्च मे सप्तविंशतिश्च मे नवविंशतिश्च मे एकत्रिंशतिश्च मे त्रयस्त्रिंशतिश्च मे चतुष्षष्टिश्च मे अष्टौच मे द्वादश मे षोडश च मे विंशतिश्च मे चतुर्विंशतिश्च मे അധികം വേണ്ട കേട്ടോ സാബി നമുക്ക്. முடிஞ்சிருது இப்ப அவ வந்தோடனே ஆரம்பிச்சிடலாம். அவ 2 பேரும் எங்க? എടാ രണ്ടുപേരും കർമ്മം ചെയ്യാൻ രണ്ടുപേരും എന്ത് ചെയ്യടാ? എടാ ഒന്ന് വാട ഇങ്ങോട്ട്. முடிஞ்சிடலாம். ரொம்ப லேட் பண்ணிட்டு இருக்கா அப்பத்துல இருந்து. ஓம் ரெட் கலர் ஹேர் കുറച്ച് പിന്നാടി സ്പേസ് കൊടുங்க റെഡ് കളർ. താങ്ക് യു. ശാപത്തിന് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കാൻ എനിക്ക് നിൽക്കില്ല ഇങ്ങനെ. കാർലോ உட்காரு கார்லோ. மொட்டை அடிச்சுட்டு வந்துட்டாள்னா இங்க உட்காந்து அவ பேர் என்ன, யாரெல்லாம் இப்ப இறந்துவா பேரோ லைனா சொல்லிட்டே வரலாம். உங்க ஃபேமிலில இவரை தவிர யாரெல்லாம் இறந்தாலும். ഇതാണ് ഫസ്റ്റ് ഇറന്തൽ പുള്ളിയാണ്. ഫസ്റ്റ് ഇറന്തിയത് പുള്ളിയാ. இல்ல உங்க அப்பா அது மாதிரி ரொம்ப வயசான பாட்டி தாத்தா யாருன்னா இருந்தா கூட அவ பேர் கூட சொல்லணும். ജോക്കി ജോക്കി അല്ല വയസ്സായി ഞാനിപ്പോ വീണ്ടും കത്ത് ഗൈസ്. അത് മെന്റലിലുണ്ട് അത്യാവശ്യം നല്ല പ്രായം. എനിക്ക് 27. കേക്കൊക്കെ വന്നല്ലേ? എനിക്ക് ഏത് വർഷം? കേക്ക് 1999. കേക്ക് വിഷമിക്കണ്ട. കേക്കിന് വിഷമിക്കായിരിക്കും കേക്ക്. ஒரு பேரை சொல்லிட்டு நம்ம முடிச்சிடலாம். போயிட்டே இருக்கு சொல்லுங்க. ശരീരമാണ് അവിടെ കിടക്കുന്നത്. അത് മുതലാളിയാണ്. അത്രയ്ക്കും ബന്ധമുണ്ട് ഇവർ തമ്മിൽ. ഞാനാ കേക്ക് അത് കണ്ണില്ലേ? അത് മുതലാളിയുടെ കണ്ണ്. ആ മൂക്കില്ലേ? വന്നിട്ടാ. അത് മുതലാളിയുടെ മൂക്കാണ്. അല്ല അത് മുതലാളിയുടെ അയ്യോ എന്റെ കഷ്ണം. ഹലോ ഹലോ കർമ്മ ചെയ്യാനുള്ളവര് വന്നേ. ഇവിടെ തലയ്ക്ക് ഫ്രണ്ടിലോ തലയിലെ ഫ്രണ്ടിലോ എനിക്ക് കാണുന്നുണ്ടടാ. എന്റെ കണ്ണോ. சைலண்டா இருங்க. கண்ணாடியில கேட்டுக்கோ. அந்த முண்டை நல்லா புரிஞ்சு கேட்டுட்டீங்களா? കണ്ണാടി എടുക്കണേ കണ്ണാടി. കണ്ണാടി കഴിട്ടെ. மெடிடேட் போட்டுக்கோங்க. மெடிடேட் ചെയ്യണം മെഡിറ്റേറ്റ്. കണ്ണാടി ഊരിയിട്ടുണ്ട്. ओके शुक्लां प्रथमं विष्णुं ज्योतिर्पजं पन्नपत्रं ध्याये सर्वैकाभिशान्तये भूं भूः भूर्भुवस्सुवरं ममो भारतमस्केतुराश्रवेश्वर प्रीत्यर्थम् अपवित्रः पवित्रो वा सर्वं. അയ്യോ ഗ്യാങ്ങൊക്കെ വരുന്നേ. എന്റെ മിത്തൽജിയെ കാണാൻ ഗ്യാങ്ങൊക്കെ വരുന്നേ. കണ്ടുകൊള്ളേ മിത്തൽജി. അയ്യോ എന്റെ മിത്തൽജിയെ ഒന്ന് കണ്ടു പറഞ്ഞ കാണുന്നത് ആരൊക്കെയാ വന്നേക്കുന്നത് നോക്ക്. അയ്യോ இப்ப என்ன பண்ணலாம்? அவர் தலையில என்ன தடவணும்? അയ്യോ ഓയിൽ തടവ. മൈക്ക് പോയാ? മണ്ടേക്ക് ഓയിൽ തടവങ്ങടാ 2 പേരും. മൈക്ക് പോയാ? എനിക്ക് പറ്റില്ലടാ. മൈക്ക് കേക്കുന്നില്ല? നിങ്ങക്ക് സ്ക്രീനിൽ കേക്കുന്നില്ലേ? சீக்கா சீக்கா வைங்க தலையில சீக்கா. പുള്ളി എങ്ങനെ മരിച്ചത്? ஷாம்பு தேய்ச்சு தண்ணியை ஊத்துங்க. കേക്കോ? ഇൻ ഗെയിം தண்ணி ஊத்திட்டு இப்ப Dress மாத்தி வைங்க. എന്ത് அவருக்கு ഞാനാ ഇമോഷനിലൊക്കെ കരഞ്ഞു പോയതാണ്. അത് இப்ப என்ன பண்றீங்க? ഇപ്പൊ കേക്കാവോ? நம்ம ஒதுக்க வேண்டியதா? ഒതുക്കാൻ തേങ്ങ மூடல் தான். அப்படியே என்ன பண்றீங்கன்னா வீட்டு போய் அங்க வச்சுக்கோங்க. அங்க வச்சுட்டு அதுக்கு ഞാൻ മടുത്ത്
നെവർ ഗീവ് അപ്പ്. നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഞാൻ കയറും. പ്രൈവറ്റ് സെർവർ അസാപ്പ് വേറെ വഴി. പക്ഷെ വേറെ കാര്യമുണ്ട് ബ്രോ. ഈ പ്രൈവറ്റ് സെർവർ ചെയ്താലും നമുക്ക് ഈ പറയണത് പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ആർപികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഇത് കണ്ടന്റ് ആക്കുവോ പ്ലീസ്? നോക്കട്ടെ. എല്ലാരും കത്തി. They call it a simulation. അയ്യര് ശരിക്കുള്ള പൂജാരിയാണ് കഴിച്ച. But അത് tell me, എല്ലായിടത്തും പറയാം. അത് അയ്യര് when the ശരിക്കുള്ള blood hits the pavement, പൂജാരിയാണ്. എടാ കറുപ്പ് കണ്ടോ? ഇല്ലടാ പോണം. യു സ്റ്റിൽ റിമെമ്പർ യു ബിഫോർ യു സെഡ് നത്തിങ് ടു ഡു ദിസ് RP നൗ. അതേ എല്ലാ വർഷവും പറയണടാ, ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനില്ലെന്ന്. ഇപ്പൊ ഞാൻ പറയണ വേറൊരു കാര്യം ഞാൻ മാറ്റി പറയട്ടെ. അതായത് ഇപ്പൊ എന്റെ ചുറ്റുമുള്ള ഈ സർക്കിളിലുള്ള ആൾക്കാരുണ്ടല്ലോ, ബാബു, ഇവര് ഈ പറയണത് ഇപ്പൊ രായന്, ബാലന്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 5 വർഷം കൂടെ കൊണ്ടുപോയി എനിക്ക്, മനസ്സിലായ? ഇവരൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രം. ഇത് ചെയ്യാൻ നമുക്കൊരു അറ്റ്മോസ്ഫിയറും കൂടെ വേണം, അതാണ് പ്രശ്നം. ബോബ്, കണ്ണാപ്പി, അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ ആക്റ്റീവ് ആയ ആൾക്കാരുടെ അറിയാം ഞാൻ പറയണേ. ഞാൻ അല്ലടാ കിടക്കുന്നേ. ഒന്ന് പെട്ടെന്ന് തീർക്കണടാ, ഇനി ഞാൻ കത്തിപ്പോടാ. ഫേസ് ക്യാം നോക്കിയോടെ. ഒന്ന് മാറണേ, ഇവിടെ കൂടിയിരിക്കുന്നവരൊന്ന് മാറണേ. ബാബു, എല്ലാരും ഒന്ന് മാറണേ. രണ്ടുപേരും ഫ്രണ്ടിലും ബാക്കിലും മറ്റേ ഞാൻ പറഞ്ഞ പോലെ. അല്ല, ഒരു മിനിറ്റ് അവിടെ നിന്നില്ലേ? അമ്പത്തിരുന്നില്ലേ? ആ ഫ്രണ്ടിൽ വന്നില്ലേ? എനിക്ക് ഒരു നോക്ക് കാണൂടാ മനുഷ്യന്. ബാക്കിലിടാ. ഇവിടെ ഇങ്ങോട്ട് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റുക നമുക്ക്? അയ്യോ, അയ്യോ, എന്റെ കണ്ടന്റ്
എന്നെ കൊണ്ടുപോണേ ഞാനും വരുന്നല്ല അങ്ങനെ ഒറ്റയ്ക്ക് പോലെ சொந்தக்கார மட்டும் அது உள்ள வரணும் சொந்தக்கார மட்டும் உள்ள முன்னாடி யாரும் வரக்கூடாது ഇത് എങ്ങനെ സഹിക്കൂടാ ഞാനും പോകണ്ട ടിവിയിലുള്ളവർ മാത്രം അറിയാൻ മതി. ടിവിയിലുള്ളവർ മാത്രം പിത്തൽജിക്ക് വേണ്ടി ഈ നാട് മൊത്തം ഇവിടെ വന്ന് ഇതൊന്നും കാണാൻ പിത്തൽജി ഇല്ലാതായി പോയല്ലോ. ഇതൊന്നും കാണാൻ പിത്തൽജി ഇല്ലാതായി പോയല്ലോടാ. ഈരിക്കാടെ കയറി മനുഷ്യൻ മനുഷ്യനില്ലായപ്പോഴാണ് നമ്മുടെ ടിവിയുടെ പാതിയല്ലേ തോളത്തിരിക്കുന്നത്. പാതിയല്ലടാ മുക്കാലും പോയില്ലേ. ഇനി എന്ത് ചെയ്യുമല്ലോ അത് എന്റെ കഷ്ടമല്ലേ കിടക്കുന്നത്. അണ്ണന്റെ കഷ്ടമല്ലേ കിടക്കുന്നത്. അണ്ണനല്ലേ തോളത്തിരിക്കുന്നത്. അതെ ഞാൻ തന്നെ പോലെ പോലെ എന്റെ പൊന്നെ கடைசியா மண்ணு போடுங்க எல்லாரும் 3 வாட்டி மண்ணு போடணும் മള്ളി சாண்டு போடுங்க മോക്ഷം കിട്ടിയ പിത്തൽജി ഈ ഭൂമി വിട്ടു പോകും മള്ളി. எல்லாரும் கடைசியா ஒரு வாட்டி நினைச்சிட்டு மண்ணு போட்டுருங்க. എന്റെ അണ്ണനല്ലേടാ எல்லாம் மண்ணு போட்டுவாங்க கிட்ட போயிட்டு வாசு எல்லாம் கிட்ட போய் மண்ணு போட்டுவாங்க. ரெஸ்பெக்ட் ஃபயர் வைக்கணுமா? എന്റെ പൊന്നെ എല്ലാരും ரெஸ்பெக்ட் ஃபயர் வைக்கணுமா? അതെ അതെ എല്ലാരും കണ്ടെടുത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു വെടി വെച്ചേര്. മള്ളി പിത്തൽജിക്ക് മോക്ഷം കിട്ടും തോന്നണ്ടേ ഇപ്പൊ. ആണോ? எனக்கு பயமா இருக்குடா கண்ணு പാട്ടൊന്ന് അടിച്ചിട്ട് பாட்டு போதும். കയ്യില് സമയം മോക്ഷം കിട്ടി കാണോ ഇപ്പൊ. நீங்க எல்லாரும் ஒரே வாட்டி நான் சொல்றத கேளுங்க. எல்லாரும் போயிட்டு கிட்ட 3 வாட்டி மண்ணு மட்டும் போட்டுவாங்க. ഓക്കേ ഓക്കേ மண்ணு போட்டு நினைச்சிட்டு திரும்பி பார்க்காம வந்துருங்க. பீச்சுக்கு போறோம் திரும்பி பார்க்காம பீச் தண்ணியில போயிட்டு குளிச்சிட்டு வரலாம் வாங்க. அந்த பானை மட்டும் ஒருத்தர் எடுக்கணும். നമ്മുടെ ജീവിയുടെ പാതി കിടക്കുന്ന കിടപ്പ് കണ്ടോടാ പോവേ. தண்டு போடுங்க എടാ, எல்லாரும். മോക്ഷം കിട്ടി പിത്തൽജി പോ പിത്തൽജി പോ. പോയി മള്ളി മോക്ഷം കിട്ടി പോയി മള്ളി പിത്തൽജി ഇവിടെ. எல்லாரும் திரும்பி பார்க்காம வாங்க. திரும்பி பார்க்காம வாங்க. எல்லாம் கடலுக்கு போனோம். നമ്മുടെ വിത്തറിഞ്ഞ പോയില്ലടാ. എന്റെ അണ്ണൻ പോയില്ല. மதி மதி பாக்ஸ் எல்லா இதையும் எடுத்துட்டேன். സുമതയുമായി ചത്തപ്പോ പോലും ഇത്ര വിഷമില്ലായിരുന്നടാ. സത്യമാ எல்லாம் சைடு சைடு சைடு. കാർലോ ആ സുമതിയമായ അല്ല കേട്ടോ, ജോക്കിയുടെ സുമതിയമായ. നമ്മുടെ പാതിയിലേ പോയത് കാർലോ. ഓജിയാണ്. അല്ലല്ലടാ അല്ലല്ല കാണാൻ പറ്റില്ല. അത് ചുമ്മാ ഒറിജിനാലിറ്റിക്ക് വേണ്ടി പേരിട്ടതാ. ഒറിജിനൽ പിത്തൽജി അല്ല. എന്ന് കണ്ടത് ബാബു ഒന്ന് വന്നേ. സത്യം മര്യാദക്കൊന്നും കാണാൻ പോലും. മൊത്തം പോയി മള്ളി മൊത്തം പോയി. അയ്യോ എടാ ശരിക്കും അത് ആരായിരുന്നടാ? മള്ളി ഞാനതെങ്ങനെ പറയും. പറ. അടക്കം കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് പറഞ്ഞാ മതിയോ? മതി 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 മതി. ഞാൻ ശവത്തിനെ കൂടി വെളി വരാം. இல்லடா வெளியில வாங்கடா. வெளியில போய் பீச்ல போய் முழுகிட்டு வரணும்டா. ബീച്ചിൽ പോയിട്ട് വരാം. ബീച്ചിൽ ஆவி இங்கே சுத்தும். பீச்ல போய் தண்ணி போட்டுட்டு பீச்ல வரணும்பா. போய் அதை புதைச்சாதான் ஒரு ஆவி ஆத்மா சாந்தி ஆகும். അയ്യോ എന്റെ പിത്തൽജി പോയേ. അയ്യോ അയ്യോ ഞാനിതെങ്ങനെ സഹിക്കുവേ. നമ്മളാണ് വിത്തറിഞ്ഞ. എന്നെ കൊണ്ട് പറ്റുന്നില്ലേ. എന്നെ കൂടെ കൊണ്ടുപോകും പിത്തലേ. അക്കടുത്ത് പറഞ്ഞേ കൊണ്ടുപോയ വഴി. എന്നെ കൂടെ കൊണ്ടുപോകും പിത്തലേ. എല്ലാം കാണാൻ എന്നെ മാത്രം എന്തിനാ ഇട്ടേക്കുന്നത് പിത്തലേ. എന്നെ കൂടെ കൊണ്ടുപോകും. വിത്തറിഞ്ഞ് എവിടെ പോയാലും വിളിക്കല്ലോ. എവിടെ പോയാലും വിളിക്കുന്നല്ലേ പിത്തൽ. ജീവിതത്തെ വിളിക്കാതെ. അയ്യോ നമ്മളെ വിളിച്ചില്ലല്ലോ. எல்லா பீச் ரைட் ரைட் ரைட். വിത്തറേ
എന്നെ കണ്ടോ വാസു കറച്ചിരുവാടാ. അയ്യോ അയ്യോ കളയല്ലേ കളയല്ലേ കോച്ചേ, ഞാൻ 2 മിനിറ്റ് കൂടെ കണ്ടോണ്ട് കളയല്ലേ. കാണിച്ചേ ബോക്സ് പറഞ്ഞത് കാണിച്ചു തരും മറ്റേ. ഇല്ലടാ ഇത് ആർക്കും കടലടാ, ഇത് കടലിലേക്ക് പിത്തൽജി മരിക്കുന്നില്ല, പിത്തൽജി എന്നിലൂടെ ജീവിക്കും ഇനിയും. இத பொதிக்கலன்னா இங்கே தான் இருப்பாரு அவரு. പൊതച്ചേരെ പൊതച്ചേരെ പൊതച്ചേരെ. அவரு இங்கே தான் இங்க பாருங்க, அவரை நினைச்சிட்டு ஒரு வாட்டி தண்ணியில முங்கிட்டு வரணும். இங்க வந்திருக்கோம் எல்லாரும் போங்க, தண்ணியில முங்க போங்க. ஆமா എല്ലാരും കുളിക്കണോ? എനിക്ക് വെള്ളം അലർജിയാ. അയ്യോ ആഴ്ചയിലൊന്നും കുളിക്കണ്ട, കുഴപ്പമില്ല. പോയടാ പിത്തൽജി, പോയടാ നമ്മുടെയൊക്കെ. ஏன் தண்ணியில நினைங்க, 9 வாட்டி தண்ணியில இறங்கணும். എങ്ങനെ വിഷമിക്കാതിരിക്കുവാടാ. அவர் இறங்கி தண்ணியில അയ്യോ ഇറങ്ങാതെ. ഞാൻ കാരണം ബോക്സ് കിട്ടിയില്ലെന്ന് വേണ്ട. കറച്ചിട്ട വാസു. ഇത് മുങ്ങൂല്ലേ? ഇത് മുങ്ങൂല്ലടാ. ഇത് എന്ത് കിട്ടിട്ട് മുങ്ങാ? മുങ്ങി. 1 2 3. അപ്പൊ അങ്ങനെ പിത്തൽജിക്ക് മോക്ഷം കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ VTVയെ അടുത്തൊരു RP കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നെഗറ്റീവ് സാഹചര്യത്തിലും മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്നൊക്കെ. ഹലോ 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 ആരാ? ബ്രോ ഞാൻ വേറൊരു കാര്യം, ഞാൻ നാളെ കണ്ടാൽ മതിയോ? ഇന്ന് ഞാൻ വേറൊരു അർജന്റ് കാര്യത്തിലാ. വാസു പിത്തൽജിയുടെ മരണമല്ലേ? പറ 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 പറ. வாசு 16 நாள் எവിടെயும் வந்துட்டு ஒரு நல்ல காரியத்துக்கு நம்ம போக கூடாதா கேங் ஹவுஸ்ல இருந்து? വാസണ്ണാ പിത്തൽജിയുടെ ആഗ്രഹമായിരുന്നു മരണത്തിന് ശിങ്കാരി മേളമാണെന്ന് ആളാക്കിയിട്ടുണ്ട്. நான் இந்த விஷயத்தை மட்டும் சொல்லிட்டு கிளம்புறேன். 16 நாள் வரைக்கும் உங்க வீட்டுல அவரோட போட்டோ வச்சுட்டு தினமும் சாமி கும்பிடணும். நான்வெஜ் கழிக்காம பாடில்ல. ഓക്കെ 16th டே வந்து நீங்க எல்லாரும் சேர்ந்து கோயிலுக்கு കുഴപ്പമില്ലടാ. അതുകൊണ്ടാണല്ലോ 8000 പേര് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത്. அதனால സാമിന്റെ മോളാണോ? இல்லடா അറിയാ നീ എവിടെ നിന്ന് വന്നതാണ്. സോറി நான்வெஜ் யாரும் கழிக்க வேண்டாம். இப்போ ഓക്കെ 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 സാമി ഓക്കെ. அப்புறம் ரூம்ல போயிட்டு எல்லாம் இன்னைக்கு அலம்பி விட்டுருங்க உங்க ஹவுஸ் ஃபுல்லா. க்ளீன் பண்ணனும், க்ளீன் பண்ணிரணும். இப்போ வந்து ஐயர் தட்சணை கொடுத்துருங்க. എന്നാ കൊടണ്ണ കൊടുത്തിട്ട് ക്ലിയർ ആക്കിരേ. ട്രെയിന് 20 கோடி தான் 10 கோடியா? അയ്യോ എന്റെ പിത്തൽജി പോയേ. അയ്യോ ഇതൊക്കെ ആരടാ? ജസ്റ്റ് ശിങ്കാരി മേളം പൊട്ടടായി കൊട്ടുവന്നില്ല. ഹലോ എടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. വെളിയിലോട്ട് പോയേ. സാറേ